ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അനുവേട്ടനെ ഞങ്ങൾ രക്ഷിക്കും. സാറ് ധൈര്യമായിട്ട് ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ. ജാമ്യം കിട്ടിയാൽ ഉടനെ അനുവേട്ടനെ അവിടുന്ന് മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങളുടെ ഉറപ്പിലാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പോകുന്നത്. എല്ലാവരുടെയും മുന്നിലേ ഞാനിപ്പോ നന്മയുടെ നിറകുടമായ തന്റെ ഭാര്യ. പക്ഷേ ഈ മുറിക്കുള്ളിൽ തന്റെ വിധി നടപ്പാക്കാൻ പോകുന്ന ആരാച്ചാരായിരിക്കും ഞാൻ. ഞാൻ തന്നെയോ താൻ എന്നെയോ പരസ്പരം സ്നേഹിക്കുന്നില്ലെന്ന് നമുക്ക് രണ്ടുപേർക്കും അറിയാം. എനിക്ക് എന്റെ വഴി, തനിക്ക് തന്റെ വഴി. പക്ഷേ ഈ താലിയുടെ അവകാശവും തന്റെ ഭാര്യ എന്ന നിയമപരമായ അവകാശവും അധികാരവും ഞാൻ മറ്റൊരുത്തിക്കും കൊടുക്കില്ല. മരണം വരെ ഞാൻ മാത്രമായിരിക്കും തന്റെ ഭാര്യ. അയ്യോ, ഞാൻ ഉദ്ദേശിച്ചത് എന്റെ മരണം എന്നല്ല, തന്റെ മരണം എന്നാ. നമുക്കൊരു ഗെയിം കളിച്ചു നോക്കാം. ചിലപ്പോ സംഗതി സക്സസ് ആവും. കോടതിയിൽ ഹാജരാക്കാനാണ് സർ? അല്ല, ഞാൻ സിഎയോട്ട് സംസാരിച്ചു. ഞങ്ങളൊരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ജഡ്ജി നാളെ രാവിലെ തിരിച്ചെത്തും. വന്നാൽ ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ വീട്ടിൽ ഹാജരാക്കി ജാമ്യത്തിലെടുക്കാനാണ് പ്ലാൻ. പക്ഷെ അവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. അത് സംസാരിക്കാനാണ് നിങ്ങളോട് ഉടനെ തന്നെ വരാൻ പറഞ്ഞത്. എന്താ സർ? പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ ചെങ്കൽ മധുവിന് വേണ്ടപ്പെട്ട ആളുകളുണ്ടെന്ന് നിങ്ങൾക്കറിയാലോ. സിഎയുടെ ഈ പ്ലാൻ എങ്ങനെയോ ലീക്കായി. ജാമ്യം കിട്ടി അനൂപ് പുറത്തിറങ്ങിയാൽ അവിടുന്ന് പുറത്തിറങ്ങിയ അവിടെ വെച്ച് തന്നെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പദ്ധതി. പോലീസുകാരുള്ളപ്പോൾ തന്നെ ഒരു ജഡ്ജിയുടെ വീടിന്റെ മുൻപിൽ വെച്ച് അനൂപിനെ അറ്റാക്ക് ചെയ്യാനാണ് അവരുടെ പദ്ധതി എന്നാണ് അറിയാൻ സാധിച്ചത്. ഒരു ജഡ്ജിന്റെ മുമ്പിൽ വെച്ച് അവരതിന് തയ്യാറാവോ സർ? ആ ക്രിമിനൽസ് എന്തും ചെയ്യും സച്ചേട്ടാ. നമ്മളിനി എന്ത് ചെയ്യും സർ? ആ സിഐക്ക് ചെങ്കൽ മധുവിനോട് എന്തോ വിരോധമുള്ളതുകൊണ്ടാണ് അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നത്. പക്ഷേ അയാളുടെ ചുറ്റിലുള്ള ആളുകളെല്ലാം ചെങ്കൽ മധുവിന്റെ പണം പറ്റുന്നവരാ. സിഐയുടെ പദ്ധതി പൊളിച്ചതും അപ്പൊ അവരായിരിക്കും അല്ലേ സർ? പിന്നല്ലാതെ. സിഐ ഇല്ലാത്ത രാത്രി പോലീസ് സ്റ്റേഷനിൽ കടന്നു വന്ന് അനൂപിനെ ഉപദ്രവിക്കാനുള്ള ധൈര്യം മധു കാണിച്ചത് പോലീസുകാരുടെ സഹായം ഉള്ളതുകൊണ്ടാണ്. ഇവിടെ അനൂപിനെ തട്ടിക്കൊണ്ടുപോകാനോ കൊലപ്പെടുത്താനോ പോലീസുകാർ അയാളെ സഹായിക്കും. എന്തായാലും ജഡ്ജിയുടെ വീടിന് മുന്നിൽ വെച്ച് അവരതിന് ശ്രമിക്കൂ എന്നുള്ള കാര്യം ഉറപ്പാ. ചെങ്കൽ മധുവിന്റെ ആളുകളെ മറികടന്ന് അവരുടെ പദ്ധതികൾ പൊളിച്ച് അവിടെ നിന്ന് അനൂപിനെ രക്ഷിക്കാൻ കഴിയുമെങ്കിൽ മാത്രമേ നാളെ അനൂപിനെ ജഡ്ജിക്ക് മുന്നിൽ ഹാജരാക്കിയിട്ട് കാര്യമുള്ളൂ. ഇല്ലെങ്കിൽ കോടതി ഹാജരാക്കി റിമാൻഡ് ചെയ്യുന്നതാണ് നല്ലത്. എന്തു വേണം? നിങ്ങൾ തന്നെ പറയൂ. ഈ റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് സർ. എന്തൊക്കെ സംഭവിച്ചാലും ചെങ്കൽ മധുവിന്റെ ആളുകൾക്ക് അനുവേട്ടനെ ഞങ്ങൾ വിട്ടുകൊടുക്കില്ല. അനുവേട്ടനെ ഞങ്ങൾ രക്ഷിക്കും. സാറ് ധൈര്യമായിട്ട് ജാമ്യം എടുക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തോ. ജാമ്യം കിട്ടിയാൽ ഉടനെ അനുവേട്ടനെ അവിടുന്ന് മാറ്റുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. നിങ്ങളുടെ ഉറപ്പിലാ ഞാൻ കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ പോകുന്നത്. എവിടെയെങ്കിലും പാളിപ്പോയാ പിന്നെ എന്നെ കുറ്റം പറയരുത്. ഇല്ല സർ, ഞങ്ങൾക്ക് മുമ്പിൽ ഒരൊറ്റ ലക്ഷ്യമുള്ളൂ. അനുപേടിനെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അതുകൊണ്ട് സാറ് ജാമ്യം എടുക്കാൻ റെഡി ആയിക്കോളൂ. അനുപേടിനെ രക്ഷിക്കാനുള്ള പ്ലാൻ ഞങ്ങൾ തയ്യാറാക്കിക്കോളാം. സച്ചേട്ടാ, എന്താ സച്ചേന്റെ പ്ലാൻ?
ജഡ്ജിയുടെ വീട്ടിൽ നിന്ന് അനൂപേടിനെ രക്ഷിക്കുന്ന കാര്യം സച്ചേട്ടൻ ഏറ്റെന്ന് വക്കീലിനോട് പറഞ്ഞല്ലോ. എന്തെങ്കിലും പ്ലാൻ മനസ്സിലുണ്ടോ? നമുക്ക് എന്തെങ്കിലും ഒരു പ്ലാൻ ആലോചിക്കാം. പക്ഷേ വക്കീലിനോട് ആ സമയത്ത് അത് ഉറപ്പിച്ച് പറഞ്ഞില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് പോവില്ലേ? സച്ചേട്ടാ, നമ്മൾ ആലോചിക്കുന്നതിനേക്കാളും വലിയ പ്ലാനായിരിക്കും ആ ചെങ്കൽ മധു ഇപ്പൊ ആലോചിക്കുന്നത്. ജഡ്ജിയുടെ വീട്ടിൽ നിന്നും ജാമ്യം കിട്ടിയ ഉടൻ അനൂപേടിനെ അവിടെ നിന്ന് പിടിച്ചോണ്ട് പോകാനുള്ള മാർഗമായിരിക്കും അവർ ചിന്തിക്കുന്നത്. അതിനെ മറികടന്ന് അനൂപേടിനെ രക്ഷിക്കാനുള്ള ഒരു പ്ലാൻ നമ്മൾ തയ്യാറാക്കിയേ പറ്റൂ. സച്ചേട്ടൻ അവിടെ വെച്ച് ധൈര്യമായിട്ട് ഏറ്റപ്പോ ഞാൻ കരുതി മനസ്സിൽ എന്തെങ്കിലും പ്ലാൻ കാണുമെന്ന്. തന്റെ മനസ്സിൽ എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? അല്ല, ഇതുപോലുള്ള അവസരത്തിൽ പ്രായോഗിക ബുദ്ധി കൂടുതൽ സ്ത്രീകൾക്കാണ്. ഏത് പ്രശ്നത്തിനും സൊല്യൂഷൻ ഉണ്ടാക്കുന്ന ആളല്ലേ താൻ? ഒരു വഴി പറയടോ. ഒരു പ്ലാനുണ്ട്. ആ CA നമ്മുടെ കൂടെ നിന്നാൽ മാത്രമേ ഇത് വിജയിക്കൂ. അയാൾ നമ്മുടെ കൂടെ നിൽക്കുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. എന്താ തന്റെ മനസ്സിലുള്ള പ്ലാൻ? ഈ പ്ലാൻ വർക്കാവൂലല്ലേ? പ്ലാൻ വർക്കാവും. പക്ഷേ ഇത് വിജയിപ്പിച്ച അനൂപേടിനെ രക്ഷിക്കണമെങ്കിൽ പുറത്തുനിന്ന് നമ്മളെ സഹായിക്കാൻ ഇനി ഒരാളും കൂടി വേണം. നമ്മളെ ചതിക്കില്ല എന്ന് ഉറപ്പുള്ളൊരാള്. തന്റെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? നമുക്ക് ആശ്രയിക്കാൻ ആകെയുള്ള രണ്ടുപേര് സന്ദീപും ധനുഷോ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ അവർ രണ്ടുപേരെ ആശ്രയിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അച്ഛൻ്റെ കാര്യങ്ങളും കമ്പനിയുടെ കാര്യങ്ങളുമായിട്ട് സന്ദീപ് ഓടി നടക്കാം. അത് താൻ പറഞ്ഞ ശരിയാ. നന്ദേട്ടനും ഞാനും ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഇപ്പോ സന്ദീപ് ഒറ്റയ്ക്ക് ഏറ്റെടുത്താ ചെയ്യുന്നത്. അതിൻ്റെ ഇടയിൽ ഈ ഭാരം കൂടി അവൻ താങ്ങില്ല. പിന്നെ നമുക്ക് ആശ്രയിക്കാവുന്ന ഒരാള് ധനുഷ. പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ നമ്മളെ സഹായിക്കാൻ സ്നേഹ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ധനുഷ് നല്ല മനസ്സുറപ്പുള്ളവനാ. അവൻ വിചാരിച്ച ഇതിൽ നമ്മളെ സഹായിക്കാൻ പറ്റും. ധനുഷ സഹായിക്കും, ആ കാര്യം എനിക്ക് ഉറപ്പാ. സ്നേഹം ഇപ്പോ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. ആ കുഞ്ഞ് നഷ്ടപ്പെട്ടത് അവളെ അത്രയ്ക്ക് തളർത്തിയിട്ടുണ്ട്. നമ്മൾ കാരണം ധനുഷിന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാൽ പിന്നെ അത് അവൾക്ക് താങ്ങാൻ പറ്റില്ല. അവൾക്ക് മാത്രമല്ല, നമുക്കും പിന്നീട് അത് വലിയൊരു പ്രശ്നമായിട്ട് മാറും. അതുകൊണ്ട് വേറൊരാളെ കണ്ടെത്തിയേ പറ്റൂ. പണം കൊടുത്തിട്ടായാലും വേണ്ടില്ല, വിശ്വസിക്കാൻ പറ്റുന്ന ഒരാളെ തന്നെ നമുക്ക് കിട്ടണം.